കേരളത്തിന്റെ വിദ്യാഭ്യാസ പാരമ്പര്യം മുറുകെ പിടിച്ചുള്ള കാര്യങ്ങൾ മാത്രമേ ചെയ്യൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് PM ശ്രീ പദ്ധതിക്ക് കൈകൊടുക്കാൻ മന്ത്രി ശിവൻകുട്ടി സമ്മതമറിയിച്ചത്. കേന്ദ്ര ഗവൺമെന്റിന്റെ ഫണ്ടാണെങ്കിലും അത് രാജ്യത്തെല്ലാവർക്കും അവകാശപ്പെട്ടതെന്നാണ് ശിവൻകുട്ടി സഖാവ് പറയുന്നത്. എന്തെങ്കിലുമൊക്കെ ന്യായം പറഞ്ഞുകൊണ്ട് ഫണ്ട് വെട്ടിക്കുറക്കാനുള്ള ഒരു പദ്ധതിയാണ് കേന്ദ്ര ഗവൺമെന്റ് ആവിഷ്കരിക്കുന്നത്. ചോദ്യപേപ്പർ തയ്യാറാക്കുന്നതിനും പ്രവേശനോത്സവം നടത്തുന്നതിനും ST/SC വിദ്യാർത്ഥികളുടെ പഠനത്തിനും ട്രൈബൽ ഹോസ്റ്റലുകളുടെ നിലനിൽപ്പിനുമൊക്കെ ഈ ഫണ്ട് വേണമെന്ന വാദമാണ് ശിവൻകുട്ടി ഉന്നയിക്കുന്നത്. കൃഷി വകുപ്പും ഉന്നത വിദ്യാഭ്യാസ വകുപ്പും ആരോഗ്യ വകുപ്പും ഒക്കെ ഫണ്ട് വാങ്ങിയത്രേ. അപ്പോൾ പിന്നെ വിദ്യാഭ്യാസ വകുപ്പ് മാത്രം അത് വാങ്ങാതെ ഇരിക്കേണ്ട കാര്യം എന്ത് എന്ന ശങ്കയാണ് ശിവൻകുട്ടി മന്ത്രിക്കുള്ളത്. എന്തായാലും ചരിത്രം മുറുകെ പിടിച്ചുകൊണ്ടുള്ള കാര്യങ്ങളെ തങ്ങൾ ചെയ്യൂവെന്നും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രകടന പത്രികയിൽ പറയുന്ന കാര്യങ്ങളിൽ ഊന്നി നിന്നുകൊണ്ടോ ഒക്കെ നടത്തിയെടുക്കുമെന്ന് പറയുമ്പോഴും CPIയിലെ അഭിപ്രായ ഭിന്നത മാറ്റാനായിട്ടില്ല. 1476 കോടി രൂപ എന്തിന് കളയണമെന്നും വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി ചോദിക്കുന്നുമുണ്ട്. എന്തായാലും സർക്കാർ ഇക്കാര്യത്തിൽ സമ്മതമറിയിച്ചിട്ടുണ്ട്. CPIയുടെ എതിർപ്പ് തള്ളിയാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ ഇത്തരമൊരു തീരുമാനം പുറത്തു വന്നിരിക്കുന്നത്. പദ്ധതി വിഹിതം സംസ്ഥാനത്തിന് അർഹതപ്പെട്ടതാണെന്ന് ഇപ്പോൾ മന്ത്രി പറയുന്നുണ്ടെങ്കിലും മന്ത്രിസഭാ യോഗത്തിൽ വിഷയം ചർച്ചയായ 2 പ്രാവശ്യവും CPI ശക്തമായി എതിർപ്പുയർത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് എതിർപ്പ് മറികടന്ന് സർക്കാർ നിർണായക നിലപാട് എടുത്തിരിക്കുന്നത്. അടുത്തയാഴ്ച കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയെയും സഹമന്ത്രിയെയും ശിവൻകുട്ടി കാണാനുള്ള പദ്ധതി വരെ ഇട്ടിട്ടും താനൊന്നും അറിഞ്ഞില്ലേ രാമനാരായണ എന്ന മട്ടിലാണ് മന്ത്രി K രാജൻ ഇന്ന് മാധ്യമങ്ങളോട് പറഞ്ഞത്. ഒരു വശത്ത് കാര്യങ്ങളെല്ലാം നടപ്പിലാക്കിയെന്ന് ശിവൻകുട്ടി പറയുമ്പോൾ സർക്കാർ ഈ പദ്ധതിയിൽ ഒപ്പിടാൻ തീരുമാനിച്ചിട്ടില്ല എന്നാണ് രാജന്റെ വാദം. PM കേരള പദ്ധതിയുടെ ഭാഗമാകരുത് എന്ന നിലപാടിൽ മാറ്റമില്ലെന്ന് CPIയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം നേരത്തെ തന്നെ വ്യക്തമാക്കിയതാണ്. വിദ്യാഭ്യാസ രംഗത്ത് RSS കാര്യപരിപാടി നടപ്പിലാക്കുന്നതിൻ്റെ പേരാണ് NEP എന്നതാണ് വിഷയത്തിൽ CPIയുടെ വിമർശനം. ആകെ കരിക്കുലത്തെ RSS കാഴ്ചപ്പാടിലേക്ക് മാറ്റാൻ കേന്ദ്രത്തിന്റെ ശ്രമം നടക്കുന്നു. ഇതിലേക്ക് കേരളം കൂടി ചേരരുത് എന്ന നിലപാടാണ് ബിനോയ് വിശ്വത്തിൻ്റെത്. PM ശ്രീയോടുള്ള എതിർപ്പിൽ എന്തായാലും ബിനോയ് വിശ്വത്തിന് മാറ്റമില്ല. ഒരു കാലത്ത് ശിവൻകുട്ടിയുടെ നിലപാട് അങ്ങനെയൊക്കെ തന്നെ ആയിരുന്നുവെങ്കിലും ഇപ്പോൾ പണത്തിന്റെ മൂല്യമോർത്തപ്പോൾ കാവ്യവൽക്കരണമൊക്കെ ശിവൻകുട്ടിയുടെ മനസ്സിൽ നിന്ന് മാഞ്ഞുപോയിരിക്കുകയാണ്. ക്യാബിനറ്റിലോ LDFിലോ വിഷയം ചർച്ച ചെയ്യാതെ അസ്വാരസ്യങ്ങൾ പുകയുമ്പോഴാണ് ഇത്തരമൊരു തീരുമാനത്തിലേക്ക് സർക്കാർ എത്തിച്ചേർന്നിരിക്കുന്നത്. ഇനി ഇത് കാരണഭൂതന്റെ മാത്രം അന്തർഗതമായ തീരുമാനമാണോ എന്നതും സംശയിക്കേണ്ടിയിരിക്കുന്നു.